ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയോർവാഴും പൊന്നു തിരുമേനി പാദം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണായ വഹി. ശീഘ്രദോസ്യ മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരി. നിഗമകൽപ്പതരോർഗളിതം ബലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതോരസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. ശുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമോ ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. ഓം സഹനാവവതു സനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വർഗസ്നായ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപാദങ്ങളുടെ തൃച്ചേവടികളിലും തിരുമേനിയുടെ പ്രിയപ്പെട്ട മകൻ പള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ യജ്ഞാചാര്യനായി വേദിയിൽ 12 ദിവസവും ഭാഗവത പ്രഭാഷണവുമായി സഞ്ചരിക്കുന്ന കാലത്ത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി തൃപാദങ്ങളുടെ നരസിംഹാവതാരത്തിൻ്റെ കാസറ്റൊക്കെ ഇട്ട് കേട്ട് അത് പറഞ്ഞു നടന്നിരിക്കുന്ന കാലത്താണ് ഇവിടെ പ്രഭാഷണത്തിനെത്തിയത്. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ കടയ്ക്കൽ ശങ്കരപിള്ള, അദ്ദേഹം വെയർഹൗസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, തിരുമേനിയുടെ ഭക്തനായിരുന്നു. അപ്പോൾ ഇവിടെ വിനായക ചതുർത്ഥിക്ക് പ്രസംഗിക്കാൻ വരണം എന്ന് അദ്ദേഹം എന്നെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവരികയും ഞാൻ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ പ്രഭാഷണം കഴിഞ്ഞ് യാത്ര ചോദിക്കാൻ ചെന്നപ്പോൾ ഇപ്പോൾ പ്രകാശ് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ സഹധർമ്മിണിയും മകനും മകളുമുണ്ട്. അനുഗ്രഹം വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് അന്ന് വൈകിട്ട് പോകണം. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങണം. പിന്നീട് 7 വർഷം കഴിഞ്ഞാണ് തുടങ്ങുന്നത്. ഇവിടെ ഇരുന്ന കളിപ്പാട്ട് 3 പ്രാവശ്യം സപ്താഹ രൂപത്തിൽ വായിക്കാനൊരു മഹാഭാഗ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി. മൂലം ഭാഗവതത്തിൻ്റെ ഓരോ വരികളും മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് പോലും അറിയാം. ആ സ്ഥാനത്ത് കളിപ്പാട്ട് വായന തുടങ്ങിയ സമയത്ത് വെൺമണി തിരുമേനിയെ ആശംസയ്ക്ക് വിളിക്കണം എന്ന് ദിവാര തിരുമേനി എന്നോട് ചെവിയിൽ വന്ന് പറയുകയും
തിരുമേനി അന്നെത്തി ഹന്തഭാഗ്യം ജനാനാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴും കൃഷ്ണനും രാധയും പോലെ സദസ്സിൻ്റെ മുൻപിൽ അദ്ദേഹം ഇരിക്കുന്നതും ഞങ്ങൾക്കൊരു ജീവനാണ്. കൃഷ്ണൻ രാധയും വിഗ്രഹത്തിൽ കൂടിയല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ വെൺമണിയെ കൃഷ്ണൻ തിരുമേനിയെയും വെൺമണി രാധേടത്തിയെയും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടെ കാണാൻ ഒരു വലിയ കയ്യടി അവർക്ക് നൽകണം, സദസ്സിലിരിക്കുന്നവർ. ഭാഗവതം എന്താണെന്ന് മള്ളിയൂരിലെ ശ്രോതാക്കളോട് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്നവരേക്കാൾ പ്രാധാന്യം ശ്രോതാക്കൾക്കാണെന്ന് 2009 വലിയ തിരുമേനി പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. ഞാൻ അന്ന് ആ വിവരം പ്രകാശിനോട് പങ്കിട്ടിരുന്നു. മള്ളിയൂരിലെ ഈ മണൽത്തരികൾക്ക് പോലും ഭാഗവതത്തിൻ്റെ മഹിമ, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ പ്രോജ്വലത അറിയാം. അങ്ങനെ ഒരു സ്ഥാനത്താണ് ശ്രോതാക്കളായി നിങ്ങൾ വന്നിരിക്കുന്നത്. പറയുന്ന ഞങ്ങൾക്ക് 100-ൽ 50 മാർക്കേ ഉള്ളൂ. കേൾക്കുന്ന മള്ളിയൂരിലെ ശ്രോതാക്കൾക്ക് 100-ൽ ബാക്കി നിങ്ങൾ പറയും 100-ൽ 200 മാർക്കാണ്. ഭാഗവതം കേൾക്കാൻ ഇവിടെ വരണമെങ്കിൽ ഒരു എൻട്രി പാസ് വേണം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിന് വലിയ നിയമമൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ കുറച്ചുകൂടി നിയമം പാലിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചുകൂടി നിയമം പാലിക്കണം. എയറോഡ്രോമിൽ നിയമമേ ഉള്ളൂ. മള്ളിയൂരിലെ എയറോഡ്രോം ആകുന്ന ഈ വലിയ വേദിയിൽ ശ്രോതാക്കളായി വന്നിരിക്കണമെങ്കിൽ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിന് അർഹതയും യോഗ്യതയും ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശനമുള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രഭാഷണത്തിനും സപ്താഹത്തിനുമൊക്കെ പോകുമ്പോൾ ഇത്രയും കമനീയമായ ഒരു വേദി, ഇത്രയും കമനീയമായ ഒരു സദസ്സ് മറ്റെങ്ങുമില്ല, അത് മള്ളിയൂരിൽ മാത്രമേ ഉള്ളൂ എന്ന അഭിമാനത്തോടെ പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ അതിൽ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങൾ. ഭാഗവതം കേൾക്കാം, ഭാഗവതം പറയുന്നതും കേൾക്കാം. സദസ്സിൽ ഇരിക്കുന്ന ശ്രോതാക്കൾ, ഒരിക്കൽ തിരുമേനി തന്നെ പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്, സത്യയുഗത്തിലെ മഹർഷിമാർ അവരാണ് ത്രേതായുഗത്തിൽ വാനരന്മാരായി വന്നത്. ആ ത്രേതായുഗത്തിലെ വാനരന്മാരാണ് ദ്വാപരയുഗത്തിൽ ഗോപന്മാരായി വന്നത്. 4 കോടി വാനരന്മാരിൽ ഒരാളിനെ മാത്രമേ സ്പർശിച്ചുള്ളൂ. ഉരസി മുഹുരി അഭിമുഹുരണച്ചു പുൽകിടിനാൻ ഓർക്കടോ മാരുതപുത്ര ഭഗ്യോദയം ഭുവനതലം അതിൽ ഒരുവൻ ഇങ്ങനെയില്ല ഹോ പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ. ബാക്കിയുള്ളവരെല്ലാം അത് കണ്ട രോമാഞ്ചമണിഞ്ഞു നിന്നു. ത്രേതായുഗം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി വിഷമിച്ച് നിന്നവരോട് പറഞ്ഞു, സാരമില്ല, ഞാൻ ശ്രീകൃഷ്ണനായി ദ്വാപരയുഗത്തിൽ വരുമ്പോൾ നിങ്ങളെല്ലാം ഒന്ന് തൊട്ടേക്കാം. തൊട്ടു. അവർ നിർവൃതി അടഞ്ഞു. ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് ലീലകളാടി സ്വർഗാരോഹണം നടത്തി അന്ന് മുതൽ കലിയുഗം ആരംഭിച്ചു. അപ്പം ഈ ഗോപന്മാരെല്ലാം ഇങ്ങനെ നോക്കി കണ്ണീരോടെ നിന്നു. ഇനി ഞങ്ങൾ എന്തു ചെയ്യും? അവരോട് പറഞ്ഞു, സാരമില്ല, കലിയുഗത്തിൽ എൻ്റെ ചരിതം വാഴ്ത്തുന്നിടത്ത് നിങ്ങൾ ശ്രോതാക്കളായി വന്ന് ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ ആദ്യമായി നമസ്കരിക്കുന്നു. ഇത്രയും പേര് ശ്രോതാക്കളായി കലിയുഗത്തിലങ്ങ് എല്ലാവരും ഭാഗവത അമൃത സത്രത്തിന് വന്നാൽ കലിയുഗം ആകുമോ? സത്യയുഗമാകുമല്ലോ, കൃതയുഗമാകുമല്ലോ. അപ്പോൾ യുഗവ്യവസ്ഥ നടക്കുകയും വേണം, ഭക്തന് ദോഷമുണ്ടാകുകയും ചെയ്യരുത്. ഞാൻ അനുഗ്രഹം ചെയ്യാൻ കാലമായി വരുന്നവൻ ദീനനായി വരും അതിന് മുൻപിലെന്നറിഞ്ഞാലും എന്ന ഭഗവാൻ വാമനനായി നിന്നുകൊണ്ട് മഹാബലിയോട് പറഞ്ഞത് ഇപ്പം നമ്മൾ കേട്ടു. ഗുരു പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഗുരുവാക്യം ലംഘിക്കാതെ അനുസരിക്കുന്നവൻ്റെ മുന്നിൽ ചതിക്കാൻ വന്ന ഭഗവാന് പോലും തിരിച്ചു പോകാനേ സാധിക്കൂ എന്ന് വാമനാവതാരം തെളിയിച്ചു. എൻ്റെ ആജ്ഞയെ ലംഘിച്ച് അഹങ്കരിപ്പോരജ്ഞനാം നിന്നുന്നത ഐശ്വര്യങ്ങളൊക്കെ നശിക്കട്ടെ ഇക്ഷണം എന്ന് ശുക്രാചാര്യർ പറയുകയാണ്. ശുക്രാചാര്യരെ അസുരന്മാർ ഗുരുവായി സ്വീകരിച്ചത് ഗുരുത്വവും ഭക്തിയും വിനയവും കൊണ്ടൊന്നും അല്ല എന്ന് നമുക്കറിയാം. ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അസുരന്മാർ മരിക്കുമ്പം മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം ദേവഗുരുവായ ബൃഹസ്പതിക്ക് പോലും അറിയില്ല. അത് ശുക്രാചാര്യർക്ക് അറിയാവുന്നതുകൊണ്ട് കാര്യം കാണാൻ ഒരു ഗുരുവായിട്ടിരുന്നോട്ടെ പറഞ്ഞ് ഒന്നും കേട്ടിട്ടുമില്ല.
പക്ഷേ വിഷമങ്ങൾ വരുമ്പോഴെല്ലാം ദേവഗുരുവായ ബൃഹസ്പതിയോട് ചെന്ന് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കാര്യം പറയുമ്പോൾ ആ മഹാഗുരു പറഞ്ഞതെല്ലാം ദേവന്മാർ അനുസരിച്ചതിൻ്റെ ഗുണം അവർക്കുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഗുരുവും അതിഥിയും കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വരാവൂന്ന് പഠിപ്പിച്ചതും നമ്മുടെ ഈശ്വരന്മാരാണല്ലോ. മഹാഗണപതിയും അയ്യപ്പസ്വാമിയും ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ അതിന് റോൾ മോഡലുകളായി നിന്നു എന്ന് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയിൽ അറിയിച്ചു കൊടുക്കാൻ നമുക്ക് ആളുകളില്ല. അറിയിച്ചു കൊടുക്കാൻ ആളുകളുണ്ടെങ്കിൽ കേൾക്കാൻ ആളില്ല, കേൾക്കാൻ ആളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്ന ഒരവസ്ഥ ഹിന്ദുക്കൾക്കുണ്ടായത് അതുകൊണ്ടാണ്. ഈ ഗ്രന്ഥങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല, ഉണ്ടെങ്കിൽ അത് ഒരു പേജ് വായിക്കില്ല. അവിടെയൊക്കെ ബൈബിൾ നെഞ്ചിലേന്തി അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ഞായറാഴ്ച രാവിലെ കുടുംബസഹിതം പള്ളിയിൽ പോകുന്ന ക്രൈസ്തവരെ നമ്മൾ കാണാറുണ്ടല്ലോ. ഞായറാഴ്ച ആയാലും അവധി ദിവസമായാലും രാവിലെ ഭക്ഷണം വെക്കാൻ വീട്ടിൽ ആൾ നിൽക്കണ്ട, ഇവിടെ ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണമുണ്ട്, പായസം സഹിതം തരാം, വൈകിട്ട് പഴംപൊരിയും ചായയും തരാം, രാത്രിയിൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട. പണ്ടൊക്കെ വീട്ടിനകത്തിരുന്ന് കഴിച്ച് വീടിൻ്റെ പറമ്പിൽ വളരെ അകലെ പോയി വിസർജിക്കുകയായിരുന്നു. ഇപ്പോൾ വെളിയിൽ പോയിരുന്ന് കഴിച്ച് വീട്ടിലെ ബെഡ്റൂമിനോട് ചേർന്ന് വിസർജിക്കുകയാണ്. ആ വ്യത്യാസം ഈശ്വരീയ കാര്യങ്ങളിലും അവർക്കുണ്ട്. ഒരു 28 വയസ്സിന് താഴെ 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ അംഗസംഖ്യ ക്ഷേത്രങ്ങളിൽ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ കുറഞ്ഞതിന് കാരണം നവമാധ്യമങ്ങളും ഇതിനെതിരെയുള്ള ദുർവ്യാഖ്യാനങ്ങളുമാണ്. അതിലൊക്കെ പെട്ട് കിടക്കുകയാണ്. മുസ്ലിങ്ങളെ നോക്കും, പിയൂണായാലും ജില്ലാ കളക്ടറായാലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 നിസ്കരിച്ചിരിക്കും. അതിലവർക്ക് യാതൊരു മടിയുമില്ല, നിൽക്കുന്നിടത്ത് വീണ് നമസ്കരിക്കും. ഭാഗവതത്തിൽ ഏതാണ്ട് 64 സ്ഥലങ്ങളിൽ വീണ് നമസ്കരിച്ചു, ദണ്ടുപോലെ വീണ് നമസ്കരിച്ചു എന്നുണ്ട്. നമസ്കരിക്കുന്ന ആളുകളെ നോക്കിയാൽ വളരെ കുറവാണ്. ഇവിടെ വീണാൽ ജീവിതത്തിൽ വീഴില്ല, ഇവിടെ പ്രദക്ഷിണം ചെയ്താൽ ജീവിതത്തിൽ കറങ്ങില്ല, ഇവിടെ കണ്ണുകളിലൂടെ ഈ കമനീയമായ വിഗ്രഹം കണ്ടാൽ കാണണ്ടാത്തതൊന്നും കാണിക്കില്ല, ചെവികളിലൂടെ രാവിലെ 6 മുതൽ രാത്രി 10 വരെ ഇത് കേട്ട് നിറച്ചാൽ വേണ്ടാത്തതൊന്നും ഈ ചെവികളിലൂടെ കയറില്ല. നല്ലതിൻ്റെ മുന്നിൽ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി തൊഴുത് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത് അനുസരിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറി. അംബരീഷ ചരിത്രത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അംബരീഷൻ നാമം ജപിച്ച് ഒരപേക്ഷയും വെക്കാതെ 1 മാസത്തിലെ 2 ഏകാദശിയും നോക്കി. ആരെങ്കിലും എവിടെയെങ്കിലും നാമം ജപിക്കുമ്പോൾ തലവേദന വരുന്ന ആളാണ് ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ ഇതെല്ലാം CCTVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേവേന്ദ്രൻ ഈ തപസ് മുടക്കാൻ ചിന്തിച്ചു. അപ്പോൾ അതിന് ആരെ വേണം എന്ന് റിമോട്ട് കൺട്രോളൊക്കെ അടിച്ച് നോക്കി പല കാര്യങ്ങളും സെർച്ച് ചെയ്തപ്പോൾ അതിന് വേഗം സമ്മതിക്കുന്ന ഒരു മുനിയുണ്ട്. അത് ദുർവാസാവ് മുനിയാണ്. ദുർവാസാവ് മുനിയെ വിവരം അറിയിച്ചു. വന്നു. എന്താ വേണ്ടത്? ദേവേന്ദ്രൻ അഭ്യർത്ഥന നടത്തിയത് അംബരീഷൻ്റെ തപസ് എങ്ങനെയെങ്കിലും മുടക്കണം. അപ്പോൾ ദുർവാസാവ് ചിന്തിച്ചു, എനിക്കൊരു വരമുണ്ട്, നല്ലവരോട് പിണങ്ങിയാൽ ആ ആളിൻ്റെ ശക്തി കൂടി നമുക്ക് കിട്ടും. ശരിയെന്ന് പറഞ്ഞു. ഞാൻ ഏത് മാർഗവും അങ്ങ് അവലംബിച്ചോളൂ, വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാം. ദേവേന്ദ്രൻ പലപ്പോഴും ചില ഘട്ടങ്ങളിൽ വേണ്ടാത്തതും നന്ദികേട് കാട്ടിയ അല്ലെങ്കിൽ വേണ്ടാത്ത പ്രവൃത്തികൾ കാട്ടിയ ഒരാളാണ്. അഷ്ടദിക്പാലകന്മാരിൽ ഒന്നാമനുമാണ്. കൊടിമര ചോട്ടിൽ ചെന്നാൽ കിഴക്കോട്ടിരിക്കുന്നത് ദേവേന്ദ്രനാണ് താനും. ദേവേന്ദ്രൻ, അഗ്നിദേവൻ, യമധർമ്മൻ, നിരുതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ 8 പേര് അവിടെയാണ് ഇരിക്കുന്നത്. കോൺഫറൻസ് കൂടുമ്പോൾ ദേവേന്ദ്രൻ വേണം ഒപ്പിടാൻ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യും. നാരദൻ വഴിയിൽ വെച്ച് ചോദിച്ചില്ലേ, നാണമില്ലേ ഈ അസുര സ്ത്രീയെയും കൊണ്ട്, അതും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് പോകാൻ? അസുരാന്മാരെ പരിശോധിക്കുന്ന ഗൈനക്കോളജിസ്റ്റുകളൊന്നും ദേവലോകത്തില്ല താനും. പിന്നെ എന്തിനാണ് ഈ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ആ ദേവേന്ദ്രനിൽ നിന്ന് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ മുക്തമാക്കി ഭക്തകളുടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ നാരദൻ കൊണ്ടുപോയി താമസിപ്പിച്ചത് കൊണ്ടാണ് പ്രഹ്ലാദനെ നമുക്ക് ലഭിച്ചത്. അല്ലേ? എങ്ങനെയാണ് നീ ഇതൊക്കെ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് കേട്ട് പഠിച്ചതാണ് എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. ആരും പറഞ്ഞതെന്നൊന്നുമല്ല.
ശുക്രാചാര്യർ ഹിരണ്യായ നമാന്ന് ജപിക്കണമെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതെ പ്രഹ്ലാദനെ നമുക്ക് കിട്ടി. ആ ഭക്തപ്രഹ്ലാദൻ്റെ മകൻ്റെ മകനായ മഹാബലിയുടെ ചരിതമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടതും കേട്ടതും വായനയിലൂടെ കേൾക്കാനും ഭഗവാന്റെ രൂപം കണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനും ഭാഗവത അമൃത സത്രം ഈ വർഷം നമ്മളിരിക്കുന്നത് മള്ളിയൂർ തിരുമേനിക്ക് 105 വയസ്സ്. ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ്. വിനായക ചതുർത്ഥിക്ക് മാത്രമുണ്ടായിരുന്ന മൂലം ഭാഗവത സപ്താഹയജ്ഞം ജയന്തിക്ക് കൂടി ആവട്ടെ, കാരണം കൂടാതെ കാര്യമില്ലല്ലോ. അതിന് കാരണമായ തിരുമേനിയെ സ്മരിക്കാൻ ഇപ്പോൾ ശരീരരൂപത്തിൽ 105 വയസ്സ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. 90 വയസ്സ് കഴിഞ്ഞ് 2011 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് അദ്ദേഹത്തിന് ദേഹമുക്തി ലഭിച്ചത്. മഹാഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ച് ശിവസ്യ ശീഘ്രമെന്ന് പറഞ്ഞതുപോലെ ഒരു നിമിഷം കിടക്കാതെ ഇനി ഞാൻ പൈപ്പിൽ നിന്ന് കൈവിട്ടാൽ ദിവാകര പരമേശ്വര താഴെ പോകുമോ എന്നൊരാശങ്ക, എന്നെ ഒന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു നിമിഷം ഈ ഭൂമിയിൽ വെയിറ്റ് ചെയ്യാതെ കിടക്കാതെ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം നയിക്കുന്ന ആ തിരുമേനി തൃപ്പാദങ്ങൾക്ക് 105 വയസ്സ് തികയുമ്പോൾ നമ്മൾ ഭാഗവതം കേൾക്കുകയാണ്. അങ്ങനെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഭാഗവത അമൃത സത്രം നടക്കുന്ന ലോകത്തിലെ ഏക സ്ഥലവും മള്ളിയൂർ തന്നെയാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം എന്നതും നമ്മുടെ ഭക്തിയും ഈ സ്ഥാപനത്തോടുള്ള നന്ദിയും കടപ്പാടുമൊക്കെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ സ്ഥലം വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം ഒന്ന് വേണോ? വേണ്ടല്ലോ. അഡ്മിഷൻ റെസ്ട്രിക്റ്റഡ് ഓൺലി ലേഡീസ് എന്ന് മെറ്റേണിറ്റി വാർഡിൻ്റെ അവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈശ്വരീയ ധർമ്മത്തിൽ ചില കാരണങ്ങളുള്ളത് സ്മരിക്കുമ്പോൾ നമുക്ക് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു നന്ദിയാണ്, ഒരു കടപ്പാടാണ്. നൂലില്ലാതെ വസ്ത്രമുണ്ടാക്കാൻ സാധിക്കില്ല, മണ്ണില്ലാതെ കുടമുണ്ടാക്കാൻ സാധിക്കില്ല, പ്രാർത്ഥനയില്ലാതെ ഈശ്വര അനുഗ്രഹം ലഭിക്കില്ല. കാരണക്കാരായ മഹാഗുരുക്കന്മാരെ സ്മരിക്കാതെ ഈശ്വരനെ സ്മരിച്ചതുകൊണ്ടും അർത്ഥമില്ല. അതുകൊണ്ട് അമ്മയെ മാനിച്ച്, അച്ഛനെ മാനിച്ച്, ഗുരുവിനെ വന്ദിച്ച്, അതിഥിയെ സൽക്കരിച്ച് ഈശ്വരൻ്റെ അടുത്ത് മഹാഗണപതിയുടെയും അയ്യപ്പസ്വാമിയുടെയും ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ അടുത്ത് ഇരിക്കാൻ 7, 5, 12 ദിവസം മള്ളിയൂരിലെ ഭാഗവത സപ്താഹം 7-ാം ദിവസം പൂർത്തീകരിക്കില്ല. പരീക്ഷിത്ത് വേണ്ടാത്തത് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ മുനിയുടെ മകൻ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ട് ആരായാലും പാമ്പിൻ്റെ രാജാവായ തക്ഷകൻ കടിച്ച് ഇന്നൊക്കെ 7-ാം ദിവസം മരിക്കട്ടെ എന്ന് പറഞ്ഞത്. ആ പരീക്ഷിത്ത് ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഭഗവാന്റെ പ്രിയപ്പെട്ട സഹോദരി സുഭദ്ര, സുഭദ്രയുടെ ഭർത്താവ് അർജുനൻ, അർജുനൻ സുഭദ്ര ദമ്പതികളുടെ മകൻ അഭിമന്യു, അഭിമന്യു ഉത്തര ദമ്പതികളുടെ മകനാണ് പരീക്ഷിത്ത്. ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ ദുര്യോധനനോട് പ്രീതി കാട്ടാൻ വേണ്ടി ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ വംശത്തിലെ അവസാനത്തെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഗർഭപാത്രത്തിലേക്ക് ശരമയച്ചപ്പോൾ കൃഷ്ണാന്ന് ഉത്തരെ ഒന്ന് വിളിച്ചപ്പോൾ അകത്ത് വന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് പരീക്ഷിത്ത് മഹാരാജാവിനെ ഭഗവാൻ. ആ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മുനിയുടെ അടുത്ത് ഉച്ചയ്ക്ക് 12:30 മണിക്ക് നായാട്ട് കഴിഞ്ഞ് ചെന്നപ്പോൾ ദാഹിക്കുന്നു, വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോൾ മുനി കേട്ടില്ല. 12:30 മണി മധ്യാഹ്ന സന്ധ്യ, മറ്റ് 2 സന്ധ്യകളേക്കാൾ ശ്രേഷ്ഠമായ സന്ധ്യ. രാവിലെ പ്രാതകാല സന്ധ്യ, ഉച്ചയ്ക്ക് മധ്യാഹ്നകാല സന്ധ്യ, വൈകിട്ട് സായംകാല സന്ധ്യ. സന്ധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്ധിക്കുന്നത്. ആരൊക്കെ തമ്മിൽ? ഇരുട്ടും വെളിച്ചവും തമ്മിൽ. രാവിലെ ഇരുട്ട് പോയി വെളിച്ചം വരുന്നു. ഇപ്പോൾ അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ 12 മണിക്കൂർ നീണ്ടു നിന്ന ഇരുട്ട് മാറി, വെളിച്ചം മാറി, ഇരുട്ട് വരും. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, കാണുന്നു, കാണാതാവുന്നു എന്നേ ഉള്ളൂ. അതിലേറ്റവും ശക്തിയുള്ള സമയം ഉച്ചയ്ക്ക് 12:30 മണിയാണ്. അതുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ മുഴുവൻ 12:30 മണിക്ക് നിസ്കരിക്കുന്നത്, വീണ്ടും നമസ്കരിക്കുന്നത്. ആ 12:30 മണിക്ക് വെള്ളം ചോദിച്ചു, കേട്ടില്ല. അദ്ദേഹം ചിന്തിച്ചാൽ മതിയായിരുന്നു. ചക്രവർത്തിയാണ് ഞാൻ, 33 വയസ്സിൽ രാജാവായി, പിന്നീട് ചക്രവർത്തിയായി. ഞാൻ വന്ന 12:30 മണിക്ക് കയറിയ സ്ഥലം എൻ്റെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മുനിയുടെ ആശ്രമമാണ്. ഗർഭപാത്രത്തിൽ കിടന്ന് മരിച്ചില്ല,
66 വയസ്സ് വരെ ജീവിച്ചതിന് കാരണം ഭഗവാനാണ്. ഈ മുനി എപ്പോൾ കണ്ണു തുറക്കുന്നോ അപ്പോൾ മതി വെള്ളം എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. വെള്ളം ചോദിച്ചത് കേട്ടില്ല. ചക്രവർത്തിയായ ഞാൻ വന്ന് വെള്ളം ചോദിച്ചപ്പോൾ തരാഞ്ഞതിന് ദേഷ്യപ്പെട്ട് ചത്ത പാമ്പിനെ എടുത്തിട്ടു. മുനിയുടെ മകനോട് ചെന്ന് കൂട്ടുകാർ പറഞ്ഞു, നിൻ്റെ അച്ഛൻ നാമം ജപിച്ച് പരമശിവനായടാ. അതെന്താ? കഴുത്തെ പാമ്പ്. പരമശിവനായ അച്ഛനെ കാണാൻ ചെന്ന മുനികുമാരൻ കണ്ടത് ചത്തപ്പാമ്പിനെയാണ്. എൻ്റെ അച്ഛൻ്റെ കഴുത്തേൽ ചത്തപ്പാമ്പിനെ എടുത്തിട്ടവൻ ആരായാലും അവൻ പാമ്പിൻ്റെ രാജാവായ തക്ഷകൻ കടിച്ച് മരിക്കട്ടെ. മുനി കണ്ണു തുറന്നു. അത് കേട്ടപ്പം മുനി കണ്ണ് തുറന്നെങ്കിൽ വെള്ളം ചോദിച്ചത് കേട്ടില്ലേ? അതും കേട്ട് കാണും. 12 ഇയാൾ വെള്ളം കുടിക്കേണ്ട, 1 മണി വരെ ക്ഷമിച്ചിരിക്കുമോ എന്നറിയാൻ വേണ്ടിയാണെന്ന് ചിന്തിച്ചായിരിക്കും ചിലപ്പോൾ കേട്ടില്ല എന്ന് നടിച്ചതെന്ന് നമുക്ക് തീരുമാനിക്കാം. നീ ചെയ്ത തെറ്റാണ്. പരീക്ഷിത്ത് അങ്ങനെ ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടെങ്കിൽ തുളസിമാല പോലെ കാണേണ്ടവനാണ് നമ്മൾ, ഞാനും നീയും. നീ ശപിച്ച് നീ നാമം ജപിക്കുന്നവനായതുകൊണ്ട് നീ പറഞ്ഞത് ഫലിക്കും. ഭഗവാൻ പോലും പരീക്ഷത്തിനോടൊപ്പം ചേർന്നില്ല. ആ കുട്ടി പറഞ്ഞത് ഫലിക്കട്ടെ എന്ന് ചിന്തിച്ചു. മാറ്റാൻ പറ്റിയില്ലല്ലോ. ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടേ ഞാൻ പോകൂ എന്ന് പറയുകയും രാജ്യസഭയിൽ ഇത് അറിയിച്ചപ്പോൾ എല്ലാവരും വിഷമിക്കുകയും ആ രാജ്യസഭയിലേക്ക് വേദവ്യാസൻ്റെ മകനായ ശ്രീശുകൻ അഗ്നിദേവനെ പോലെ വരികയും എല്ലാവരും കൂടി എന്താണ് വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ ചരിതം കേട്ടുകൊണ്ടേ പോകൂ എന്ന് പരീക്ഷിത്ത് പറയുന്നു. ഞങ്ങൾക്കറിയില്ലാതെ എന്താണെന്ന്. അപ്പോഴാണ് ശുകൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു തരാം. അതാണിവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വല്ലതും കാർഡിയോളജിസ്റ്റ് നെഞ്ചിനകത്ത് തന്നെ വന്നപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇനി 7 ദിവസം കൂടെ പരമാവധി കാണൂ എന്ന് പറഞ്ഞാൽ അപ്പം തീരും. പിന്നെ 7 നിമിഷം ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല, അപ്പോഴേ അറ്റാക്ക് വരും. പോകുന്ന ആർക്കും ഇഷ്ടമല്ല. ഈ മണ്ണിൽ നിന്ന് പോകുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല. എന്നെ എളുപ്പം അങ്ങ് വിളിച്ചോണെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. എന്തായാലും ദേവേന്ദ്രൻ്റെ ആജ്ഞ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം എന്ന് ദുർവാസാവ് മഹർഷി തീരുമാനിച്ചു. നേരെ അദ്ദേഹം പോയി. കൃത്യമായി ഉച്ചയ്ക്ക് 12:30 മണിക്ക് പാരണ വീടുന്ന പാവം അംബരീഷൻ പാരണ വീണ്ടു. അദ്ദേഹം ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. 4 PIs സോപ്പ് തീരുന്നവരെ കുളിച്ചിട്ടും വന്നില്ല. ആ കൃത്യസമയത്ത് അത് പാലിച്ചു. സമയത്തിന് വലിയ പ്രാധാന്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് 5 ദിവസമായിട്ട് ഞങ്ങൾ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യ പോവല്ലേ, രാത്രി 9 മണിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഉറങ്ങിയത്. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് വരില്ലേ, രാവിലെ 10 മണിക്ക് വന്നാൽ മതിയെന്ന് നാളെ രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പറഞ്ഞാലും കേൾക്കില്ല. സമയത്തിന് വലിയ പ്രാധാന്യം പ്രകൃതിയിലുണ്ട്. 9,87,00,000 മൈൽ അകലെ നിൽക്കുന്ന സൂര്യനും അവിടെ നിന്ന് 2 ലക്ഷം യോജന മീതെ ചന്ദ്രൻ. പിന്നെ ഓരോരുത്തരുടെയും ഇവിടെ നിന്നുള്ള ദൂരം നമ്മൾ അർക്കേന്ദു ഗതിഭേദത്തിൽ വായിച്ചു. ശാസ്ത്രം അതിൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. ഈ ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഒരു ഗ്രഹത്തിൻ്റെ രശ്മി ഭൂമിയിലേക്ക് പതിക്കാൻ എത്ര നാഴിക വേണം? ഒരു നാഴിക 24 മിനിറ്റ്, ഒരു യാമം 3 മണിക്കൂർ, 4 യാമം പകൽ, 4 യാമം രാത്രി. 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ, 12 മുതൽ 3 വരെ, 3 മുതൽ 6 വരെ. വീണ്ടും ആവർത്തിക്കുന്നു. ശിവരാത്രിയൊക്കെ രാത്രി 9 മണിക്കൊരു യാമ പൂജ, 12 മണിക്കൊരു യാമ പൂജ, വെളുപ്പിനെ 3 മണിക്കൊരു യാമ പൂജ, നേരം വെളുക്കുമ്പോൾ 6 മണി. ഇത് വളരെ കൃത്യമായി സൂര്യചന്ദ്രന്മാരും തേജോഗോളങ്ങളും പാലിക്കുന്നു, പക്ഷിമൃഗാദികൾ പാലിക്കുന്നു. ഇത് പാലിക്കാത്ത ലോകത്തിലെ ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. വിളിച്ചുണർത്തുന്ന പ്രായത്തിലെ മഹാവിഷ്ണുവായ ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്രൻ വിളിച്ചുണർത്തി. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ കമലാകാണ്ഡ ത്രൈലോക്യം മംഗളം കുരു. ഇപ്പോഴൊക്കെ ചില അമ്മമാർ പിള്ളേരെയൊക്കെ വിളിച്ചുണർത്തുന്നത് കേട്ടാൽ ഞെട്ടിപ്പോവും. കൗസല്യയുടെ സുപ്രജയായ പൊന്നോമനയായ രാമ, പൂർവസന്ധ്യ, ആദ്യത്തെ സന്ധ്യ ഇതാ കിഴക്കേ ചക്രവാളത്തിൽ തുടങ്ങാൻ പോകുന്നു. ഉത്തിഷ്ഠ, തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. കഠോപനിഷത്തിലെ മഹത്തായ വാക്യമാണ്. വിവേകാനന്ദ സ്വാമി പോലും ലോകത്തെ ഉറങ്ങിക്കിടന്ന നമ്മളെ തട്ടി ഉണർത്തിയത്. ഉത്തിഷ്ഠ, ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യപ്രാപ്തി വരെ മുന്നേറൂ. കമലാകാണ്ഡ, 12 വയസ്സിലെ വിളിച്ചു മഹാലക്ഷ്മിയുടെ ഭർത്താവേ, അതങ്ങ് ഭരിച്ചു. കൗസല്യ സുപ്രജ രാമ
പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരും. 7 ലോകം ഉൾപ്പെടുന്ന ഭൂമി, സ്വർഗം, പാതാളം, ഭുവസ്വാഹ. നീ ഉണർന്നെണീക്കൂ, നീ മഹാവിഷ്ണുവാണ്, കിടന്നുറങ്ങേണ്ടവനല്ല. വളരെ കൃത്യമായി അതൊക്കെ പാലിച്ചു. 3 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഉണർന്നെണീറ്റ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭരിക്കുമെന്നും തനിയെ ഉണർന്നാൽ പിന്നെ ഉറങ്ങല്ലേ എന്നുമൊക്കെ പഠിപ്പിച്ച യോഗവാസിഷ്ഠവും വിശ്വാമിത്രനും ശ്രീരാമേന്ദ്രനും തമ്മിലുള്ള ഉപദേശവുമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. കൊടുത്താലും അവർ വായിക്കില്ലല്ലോ. ഒരുപാട് പ്രോജക്റ്റ് ചെയ്യണ്ടേ, ഒരുപാട് എക്സർസൈസ് ചെയ്യണ്ടേ. ഇതൊക്കെ പഠിച്ച് നമ്മുടെ കാര്യങ്ങൾ വായിക്കാതെ, അമ്പലത്തിൽ വന്ന് തൊഴാതെ, പ്രാർത്ഥിക്കാതെ ഒരു മകൻ്റെ ധർമ്മം എന്താണ്, ഒരു മകളുടെ ധർമ്മം എന്താണ്, ഒരു മരുമകൻ്റെ ധർമ്മം എന്താണ്, മരുമകളുടെ ധർമ്മം എന്താണ് എന്നൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് ജയിക്കുന്ന പുതിയ തലമുറ ജീവിതത്തിൽ തോറ്റുപോകുന്നു. പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചോ, നല്ല മാർക്കുണ്ട്, പക്ഷേ ജീവിതത്തിൻ്റെ പേപ്പർ എടുത്തപ്പോൾ അതിൽ തോറ്റിരിക്കുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്. ഭാഗവതം പഠിക്കുന്നത്, പുരാണം പഠിക്കുന്നത്, ഇതിഹാസങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത പലരും ജീവിതത്തിൽ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള പലരും ഒരു മനസ്സമാധാനവും ഐശ്വര്യവും ഇല്ലാതെ ഈ വിദ്യാഭ്യാസവും ഈ സമ്പത്തും ഈ സൗന്ദര്യവും ഈ ആരോഗ്യവും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നിരാശരായി ജീവിക്കുന്ന ധാരാളം പേരെ നമ്മുടെ ഭാഗവത യാത്രയിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു വിദ്യാഭ്യാസവും ഇല്ല എങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ പഠിക്കാൻ, വളരാൻ, ഉയരാൻ, ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ ഒരു നല്ല മകൻ, ഒരു നല്ല മകൾ, നാളെ ആ ആൾ തന്നെ നല്ല ഭർത്താവ്, നല്ല ഭാര്യ, കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല അച്ഛൻ, നല്ല അമ്മ, കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല അപ്പൂപ്പൻ, നല്ല അമ്മൂമ്മ. ആളിന് മാറ്റമില്ല, അകത്തിന് മാറ്റമില്ല, പുറമേയുള്ള ശരീരത്തിന് മാറ്റം വന്നു. നീ ശരീരം നന്നാകാനുള്ള പല കാര്യങ്ങളും പ്രായമനുസരിച്ച് നോക്കി. ഈ ശരീരം അർത്ഥമില്ലാത്തതാണ്. അതിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി പോകുമ്പോൾ ഇത് കണ്ടാൽ പേടിക്കും. അത് കിടന്ന സ്ഥലത്തേക്ക് മക്കൾ പോവില്ല, ഭാര്യ പോവില്ല. നെഞ്ചിനകത്ത് വേദന വരുമ്പം ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ ഞാനിവിടെ അകത്തോട്ട് കയറാം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും വേണ്ട. ഒരു ബോർഡ് കണ്ടില്ലേ? കണ്ടു. എന്താ അത്? അന്യർക്ക് അകത്ത് പ്രവേശനം ഇല്ല. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ബോർഡ് കണ്ടു. എന്താ അത്? ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഇംഗ്ലീഷിൽ എന്ത് പറയും? ICU, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അല്ല. നീ ജീവനുള്ളപ്പോൾ ആളിനെ സ്നേഹിക്കൂ. ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരം കൊള്ളില്ല. ഭഗവാനോട് പറയും അത് മുച്ചുകുന്ദൻ. മണ്ണിൽ കുഴിച്ചു വെച്ചാൽ പുഴു തിന്നും. റോഡിൽ കൊണ്ടുവച്ചാൽ ഇന്ന് പട്ടി കഴിച്ചിട്ട് നാളെ പട്ടിയുടെ കാഷ്ടമായിട്ട് വരും. ഇന്ന് തിലകം ചാർത്തി ചീഴിയും അഴകായി ശരീരം സംരക്ഷിച്ച് വച്ചിരിക്കുന്ന മനുഷ്യ, നിൻ്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് രാത്രി ജീവൻ പോയാൽ റോഡിൽ കൊണ്ടുവച്ചാൽ പട്ടി കാഷ്ടിച്ച് നാളെ രാവിലെ വഴിയെ നടക്കുന്ന പട്ടിയുടെ കാഷ്ടമായി നീ മാറും. മലയുടെ മുകളിൽ കൊണ്ടുവച്ചാൽ കാക്ക കൊത്തിപ്പറിക്കും. അഗ്നിയിൽ കൊണ്ടുവച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ചാരമാക്കണോ 5 മിനിറ്റ് കൊണ്ട് ചാരമാക്കണോ എന്ന് കോൺട്രാക്ടർ ചോദിക്കും. അവർ താൽക്കാലിക ചിതയുണ്ടാക്കി പെട്ടിയിലടച്ച് തരും. സന്തോഷം. 2 മിനിറ്റ് കൊണ്ട് തന്നാൽ അത്രയും വേഗം നല്ലത് എന്ന് പറയുന്ന അടുത്ത തലമുറയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഈ വ്രതം അംബരീഷൻ അനുഷ്ഠിച്ചത് പ്രത്യേക ആപ്ലിക്കേഷനൊന്നും വെച്ചുകൊണ്ടല്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഉള്ളിലൊരു പ്രാർത്ഥന കാണും. മക്കൾക്ക് നല്ല വിവാഹം കിട്ടണേ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണേ, നല്ല ജോലി കിട്ടണേ, എന്തെങ്കിലും ഒരു അപേക്ഷ എന്തായാലും ഒരു ഭക്തൻ്റെ മുന്നിലുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അംബരീഷന് യാതൊരു അപേക്ഷയില്ലായിരുന്നു. എന്നെ ഇങ്ങനെ ഇരുത്തിയല്ലോ, സന്തോഷം. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, 11ാമത്തെ ദിവസം. ദ്വാദശി, ത്രയോദശി, ചതുർദശി കഴിഞ്ഞാൽ പൗർണമി, പിന്നെ അമാവാസി. 14, 14, 28 അമാവാസിയും പൗർണമിയും കൂടെ ചേർത്ത് 2, 30, 2 പക്ഷം. 2 പക്ഷം ഏതൊക്കെയാണെന്ന് ഒരു ഭാഗവത വേദിയിൽ ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, അറിയാം. എന്തൊക്കെയാണ്? ഇടതുപക്ഷം, വലതുപക്ഷം. അവനതേ അറിയാവൂ. ഞാൻ പറഞ്ഞു, അതല്ല കുഞ്ഞെ, അത് ഭൗതികം, ആധ്യാത്മികം അറിയില്ല. വെളുത്ത പക്ഷം, കറുത്ത പക്ഷം, 2 പക്ഷം. ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം, അത് പിതൃക്കൾക്ക് ഒരു ദിവസം. കറുത്ത പക്ഷം അവരുടെ രാത്രി,
വെളുത്ത പക്ഷം അവരുടെ പകൽ. അങ്ങനെ 6 മാസം ഒരു അയനം, 2 അയനം ഒരു വർഷം. അത് ദേവന്മാർക്ക് ഒരു ദിവസം. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, ദക്ഷിണായനം. മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, ഉത്തരായനം. ദക്ഷിണായന കാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾ, നാമജപമൊക്കെ ശക്തമായി 6 മാസം നടത്തുന്നു. ശരീരത്തിന് വേണ്ടിയല്ല, ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിന് വേണ്ടി. ശരീരത്തിന് വേണ്ടി ഉഴിച്ചിൽ, പിഴിച്ചിൽ, ആയുർവേദ മരുന്ന് സേവയൊക്കെ കർക്കിടകത്തിലാണ്. പക്ഷേ ആ 31, 32, 30 ദിവസം രാമ 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 രക്ഷിക്കണേ എന്നെ, മാം എന്നെ പാഹി രക്ഷിക്കണേ, രാമപാദം ചരണേ മുകുന്ദ രാമ പഹി മാം. മള്ളിയൂർ പൊന്നു തിരുമേനി പറയുമായിരുന്നു, 3 രാമന്മാരും മനസ്സിൽ കൂടെ പോകണം. 3 രാമന്മാർ, മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന. 3 രാമന്മാർ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ. അത് കഴിയുമ്പോൾ ശ്രീകൃഷ്ണൻ. അല്ലേ? ശ്രീരാമ തിയറി എന്താണെന്ന് ലോകം മുഴുവൻ അറിയിക്കാൻ ഇന്ദിരാഞ്ചിറയ്ക്കൽ വരിക്കാംകുന്നിൽ നിന്ന് സന്തോഷം ഇവിടെ എത്തിയിട്ടുണ്ട്. വെൺമണി തിരുമേനിയൊക്കെ സമയം കിട്ടുമ്പോൾ അത് ചടങ്ങിലേക്ക് ക്ഷണിച്ച് അവരെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കാനാണ്. 41 ഭാഗവത ആചാര്യന്മാർ ശ്രീരാമ ദർശനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ലോകത്തിന് അറിയിക്കണം. ശ്രീരാമചന്ദ്രൻ നമുക്ക് കാട്ടിത്തന്ന സംസ്കാരം. ഈ വർഷത്തെ ഭാഗവത അമൃത സത്രത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട്. പുരാണത്തിൽ, ഇതിഹാസങ്ങളിലൊക്കെ, ഭാഗവതത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ നമ്മൾ വായിച്ച അയോധ്യ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പുനഃപ്രതിഷ്ഠ നടത്തിയ ഒരു വർഷം കൂടിയാണ് എന്ന് അദ്ദേഹത്തിനൊരു വലിയ കയ്യടി നൽകിക്കൊണ്ട് വേണം നമ്മൾ സ്മരിക്കാൻ. ഒരു ഉണങ്ങിയ കയ്യടി, അതൊരു വലിയ കാര്യമല്ല. ഇപ്പോൾ അയോധ്യയിൽ ചെന്നാൽ റോഡിൽ കിടന്നുറങ്ങാം. കാശിയിലും വാരാണസിയിലുമൊക്കെ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് അതിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന കാര്യങ്ങളാണ്. ആ ശ്രീരാമചന്ദ്രൻ്റെ രാമായണം കർക്കിടക മാസം മുഴുവൻ നമ്മൾ കൊണ്ടാടി. ചിങ്ങമാസമാകുമ്പോൾ വിനായക ചതുർത്ഥി, തിരുവോണം, അഷ്ടമി രോഹിണി, അത്തം പത്തോണം, 10-17 ദിവസം ചിങ്ങമാസത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലാണ്. കന്യമാസമായാൽ 3 ദിവസം ദുർഗാദേവി, 3 ദിവസം മഹാലക്ഷ്മി ദേവി, 3 ദിവസം സരസ്വതി ദേവി. 3 3 6 3 9 രാത്രി, നവരാത്രി. തുലാമാസമായാൽ ദീപാവലി. ഇവിടെ ഉള്ള ഒരു ദിവസം, വടക്കേ ഇന്ത്യയിൽ അതും 10-11 ദിവസമുണ്ട്. വൃശ്ചികമാസം പറയണ്ടല്ലോ. വൃശ്ചികമാസം എല്ലാ ദിവസവും പ്രാധാന്യം. അതുകൂടാതെ വൃശ്ചികമാസത്തിലെ കാർത്തിക. ധനുമാസം 11 ദിവസം മണ്ഡലകാലം, ധനുമാസത്തിലെ തിരുവാതിര. ദക്ഷിണായന കാലം വേഗം അങ്ങ് പോയി. ആചാരാനുഷ്ഠാനങ്ങൾ മാനിച്ച് നമ്മൾ ജീവിച്ചു. അത് ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകി, ഒരു സന്തുഷ്ടി നൽകി, ഒരു സൗഭാഗ്യം നമുക്ക് പ്രകൃതി അനുവദിച്ചു. മകരം, കുംഭം, മീനം, മേടം കാലത്ത് ഉത്സവം. ഉത്തായതിനെ, ശ്രേഷ്ഠമായതിനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശവിപ്പിക്കുക, പുറത്തേക്ക് വിടുക. ആ മകരമാസത്തിലാണ്, മകരമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ജനിച്ച മള്ളിയൂർ പൊന്നു തിരുമേനിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് എന്നതും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ജാതി, മത, വർഗ, വർണ്ണ, കക്ഷി, രാഷ്ട്രീയ, ലിംഗഭേദമന്യേ മള്ളിയൂരിലേക്ക് ഓരോ ജയന്തിക്കും ഒഴുകി വന്നവർ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ആ ഭാഗവതം മറിച്ച കൈകൾ കൊണ്ട് ശിരസിൽ കൈവെപ്പിച്ച് പോകുന്നത് അടുത്തു നിന്ന് കണ്ടവരാണ് ഞങ്ങളൊക്കെ. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയാലും, യേശുദാസ് ആയാലും, കലാമണ്ഡലം ഹൈദരാലി ആയാലും, ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കീർത്തനങ്ങൾ എഴുതി തൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വെച്ച് പ്രാർത്ഥിച്ച യൂസഫ് അലി കച്ചേരി ആയാലും, കൈതപ്രം തിരുമേനി ആയാലും, അതൊന്നും നോക്കാതെ മള്ളിയൂർ തിരുമേനിയുടെ പദാരവിന്ദങ്ങളിൽ വന്ന് നമസ്കരിക്കുമായിരുന്നു. എന്താ കാരണം? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്ത് 2 വലിയ സമുദായങ്ങൾ ഒന്നിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത, 2 ദിവസം കഴിയുമ്പോൾ ഒന്നിക്കുന്നില്ല എന്നൊരു വാർത്ത. നമ്മളെപ്പോഴും ഹിന്ദുക്കളാകാതെ നായരും നമ്പൂതിരിയും ഈഴവനും പറയനും പുലയനും ഒക്കെയായി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിഭിന്നരായി നിൽക്കുന്നതിൻ്റെ കുറവുകൾ മാത്രമേ നമുക്കുള്ളൂ എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ക്രൈസ്തവർ ബൈബിളിനും പള്ളിക്കും കൊടുത്ത ഒരു പ്രാധാന്യം, മുസ്ലിം ഖുറാനും
പള്ളിക്കും കൊടുത്ത ഒരു പ്രാധാന്യം ഹിന്ദുക്കൾ ഭാഗവതത്തിനും അമ്പലത്തിനും കൊടുക്കാഞ്ഞതിൻ്റെ കുറവ് മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ ഇനിയും മറക്കരുത്. അടുത്ത തലമുറ വലിയ ഗതികേടിലേക്കും കഷ്ടപ്പാടിലേക്കും പോകും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ. പണം മാത്രം പോരല്ലോ, വിദ്യാഭ്യാസം മാത്രം പോരല്ലോ, അതുകൊണ്ട് നേടാൻ കഴിയാത്ത പലതും പ്രാർത്ഥന കൊണ്ട് നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ മറക്കരുത്. അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് അംബരീഷ മഹാരാജാവിൻ്റെ അടുക്കലേക്ക് ദുർവാസാവ് വന്നപ്പോൾ ശരി പാരണ വീടാം എന്ന് പറയുകയും തുളസിയിലയും പച്ചവെള്ളവും കഴിച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ചിരുന്ന ശംഖിൽ നിന്ന് ശംഖതീർത്ഥം കുടിച്ച് ഞാൻ പാരണ വീടി എന്ന് പറഞ്ഞപ്പോൾ ആഹാ ഇനി ഇയാളുടെ എച്ചിൽ വേണോ ഞാൻ കഴിക്കാൻ എന്ന് പറഞ്ഞ് ആ ജട പറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്ന് കൃത്യ എന്ന ഒരു രൂപം അംബരീഷനെ കൊല്ലാൻ വരികയും അംബരീഷൻ അവിടെ നിന്നുകൊണ്ട് കൃഷ്ണ എന്നൊന്ന് വിളിച്ചപ്പോൾ അംബരീഷൻ പോലും അറിയാതെ അംബരീഷൻ്റെ നെറ്റിത്തളത്തിൽ നിന്ന് സുദർശന ചക്രം ദുർവാസാവിൻ്റെ നേരെ ചെല്ലുകയും മിസൈലിന് അറിയില്ലല്ലോ ദുർവാസാവാണോ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്നൊന്നും. ദുർവാസാവ് ഓടി തന്നെ ഇതിനെ പ്രേരിപ്പിച്ച ദേവേന്ദ്രൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും ഞാനങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിപ്പം ഞാനെന്തോ ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് ദേവേന്ദ്രനും കൈയൊഴിയുകയും ദേവേന്ദ്രനും ദുർവാസാവും കൂടി ഓടി ബ്രഹ്മദേവൻ്റെ സത്യലോകത്തിലേക്ക് ചെല്ലുകയും. എന്താ രണ്ടുപേരും കൂടെ വരാൻ കാരണം? എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇവിടെ വരുത്തില്ല എന്ന് എനിക്കറിയാം. കുഴപ്പമുണ്ടാകുമ്പോൾ നിങ്ങളെ കണ്ടാൽ വിചാരിച്ചോണം ഏതാണ്ട് കുഴപ്പമുണ്ട്. ഐശ്വര്യം വരുമ്പോൾ ഈശ്വരനെ മറക്കുകയും ദുഃഖം വരുമ്പോൾ ഈശ്വരനെ വെറുക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മളും. പണ്ടൊരാൾ പറഞ്ഞു എല്ലാം ഉണ്ടാവുന്നത് വരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലായിരുന്നു, എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. ആലോചിച്ച് നോക്കൂ, എന്താ രണ്ടുപേരും കൂടെ ഓടി വരാൻ കാരണം? അല്ല, ഇങ്ങനെ സുദർശനചക്രം അംബരീഷൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് വന്നത് പുറകിന് വരുന്നു, അങ്ങൊന്ന് വിളിച്ച് പറയണം മഹാവിഷ്ണുവിനോട് ഇതൊന്ന് സംഹരിക്കാൻ. ബ്രഹ്മദേവൻ പറഞ്ഞു ആ സെക്ഷൻ എൻ്റെ അല്ല, അത് വൈകുണ്ഠത്തിൽ പോകാതെ രക്ഷയില്ല, ഞാനതൊന്നും ചിന്തിക്കില്ല. അദ്ദേഹം കിടക്കുന്നു, ഞാൻ പൊക്കളിലെ താമരയിൽ ഇരിക്കുന്നു, ഞാൻ സൃഷ്ടികർത്താവാണെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു അഹന്ത വന്നപ്പോൾ എൻ്റെ കസേരയുടെ അടിഭാഗം നോക്കി താപ്പൊട്ടി എന്നപ്പോഴാണ് നിശബ്ദനായി കിടക്കുന്നു. അദ്ദേഹം എന്നെ കൊണ്ട് സൃഷ്ടിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം ഒന്ന് ചരിഞ്ഞാൽ ഞാൻ മൂക്കും കുത്തി താഴെ കിടക്കും. ഒരു മൂക്കേ ഉള്ളെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും വൈകുണ്ഠത്തിലോട്ട് പോകാൻ തോന്നാതെ ദുർവാസാവ് മഹർഷിയും ദേവേന്ദ്രനും കൈലാസത്തിൽ ചെന്നപ്പോൾ മഹാദേവൻ ചോദിച്ചു എന്തു പറ്റി? അല്ല, ഈ സംഭവങ്ങളൊക്കെ അങ്ങൊന്ന് കേൾക്കണം. കേൾക്കാൻ സമയമില്ല, കാര്യം വേഗം പറയൂ. അല്ല, ഞാൻ അംബരീഷൻ്റെ വ്രതം മുടക്കാൻ ചെന്നു. ഭക്തൻ്റെ വ്രതം മുടക്കാൻ ചെന്ന നിങ്ങളാണോ ശിവവംശത്തിൽ ജനിച്ച ദുർവാസാവ്? എന്നിട്ട് എന്തുണ്ടായി? ഞാനൊന്ന് പാരണ വീഡിയോ ഒന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ജടപറിച്ച് നിലത്തടിച്ചപ്പോൾ അംബരീഷൻ കൃഷ്ണ എന്നൊന്ന് വിളിക്കുകയും ആ അംബരീഷൻ്റെ നെറ്റിത്തളത്തിൽ നിന്ന് ഭഗവാന്റെ കയ്യിലിരിക്കുന്നത് പോലെ ഒരു സുദർശനചക്രം എന്നെ കൊല്ലാൻ വരികയും ചെയ്യുന്നത് പുറകിന് പാഞ്ഞു വരുന്നുണ്ട്, രക്ഷിക്കണം. പറ്റില്ല. അങ്ങനെ വൈകുണ്ഠത്തിൽ പോയി പറയും. അദ്ദേഹം ഒരു തീരുമാനമെടുക്കട്ടെ. ഞാനും ബ്രഹ്മദേവനും ഒന്നും ആ കാര്യത്തിൽ അങ്ങനെ കൈകടത്താറില്ല, ഞങ്ങൾക്കൊരു മര്യാദയില്ലേ. നിവൃത്തിയില്ലാതെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു ദുർവാസാവ്. ദൂരേന്ന് ദുർവാസാവ് പാഞ്ഞു വരുന്നത് കണ്ട ഭഗവാൻ മഹാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയ ഭഗവാൻ തിരിഞ്ഞു കിടന്ന കൂർക്കവും കൂടെ വലിച്ചു. മഹാലക്ഷ്മി അത്ഭുതപ്പെട്ടു പോയി. ദുർവാസാവ് വന്നു, ശ്രദ്ധിക്കാതെ രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടൊന്ന് മുരടനാക്കി ഇങ്ങനെയൊന്നാക്കി തിരിഞ്ഞു കിടന്ന ഭഗവാൻ ഒരു കൊച്ചുകുട്ടി വന്നാലും എഴുന്നേറ്റ് നമസ്കാരം ഇരിക്കുമെന്ന് പറയുന്ന ആളാ ആ മടിയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റിയ ദുർവാസാവേ? ഞാൻ ദേവേന്ദ്രൻ്റെ വാക്ക് കേട്ട് അംബരീഷൻ്റെ ഏകാദശി വ്രതം മുടക്കാൻ ചെന്നു. എന്നിട്ടാ പാരണ വീടി കൃത്യസമയത്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അന്നേരമുണ്ടായ ഒരു ദേഷ്യത്തിൽ എൻ്റെ ജട പറിച്ച് നിലത്തടിച്ചു. പെട്ടെന്ന് കൃഷ്ണ എന്നൊന്ന് വിളിച്ചപ്പോൾ അംബരീഷൻ്റെ നെറ്റിത്തളത്തിൽ നിന്ന് ഒരു സുദർശനചക്രം എന്നെ കൊല്ലാനായി പാഞ്ഞു വരുന്നത് കണ്ടിട്ട് നീ നേരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. കണ്ടിട്ട് ബ്രഹ്മലോകത്തും കൈലാസത്തിലും പോയിട്ട് അവിടെ നിവൃത്തിയില്ലെന്നറിഞ്ഞപ്പോൾ വന്നു അല്ലേ? എന്നിട്ട് ഞാനെന്താ ചെയ്യണ്ടേ? ആ സുദർശനചക്രം മടക്കണം. ഇല്ല, പറ്റില്ല. ഭക്തൻ്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ അംബരീഷ. നിങ്ങൾ ആ സെൻറ്റൻസ് മറക്കരുത്.
ഭക്തൻ്റെ ശ്രീകോവിലാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഞാൻ വെച്ചിരിക്കുന്ന ഭക്തൻ്റെ ഹൃദയം. അവൻ്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ. ഇല്ല, ഞാൻ തീർത്ഥ കൈലാസ വൈകുണ്ഠങ്ങളിൽ ഒന്നിലും എൻ്റെ ഭക്തൻ്റെ ഹൃദയമാകുന്ന താമരയിൽ അവൻ അറിയാതെ ഒളിഞ്ഞിരിക്കുകയാണ് ഞാൻ. ഭക്തൻ്റെ വാക്കാണ് എൻ്റെ വേദം, ഭക്തൻ്റെ കണ്ണുനീരാണ് എൻ്റെ തീർത്ഥം. ഈ 3 സെൻറ്റൻസ് ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ മറക്കരുത്. ഭക്തൻ്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ, ഭക്തൻ്റെ വാക്കാണ് എൻ്റെ വേദം, ഭക്തൻ്റെ കണ്ണുനീരാണ് എൻ്റെ തീർത്ഥം. അസൂയക്കാരനായ ദേവേന്ദ്രൻ്റെ വാക്ക് കേട്ട് ഞങ്ങളൊന്നും ആലോചിക്കാതെ, ബ്രഹ്മാവിനോടോ മഹേശ്വരനോടോ എന്നോടോ ആലോചിക്കാതെ ആ ഭക്തൻ്റെ വ്രതം മുടക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ദുർവാസാവി? ക്ഷമയുടെയും സഹനശക്തിയുടെയും ഈശ്വര അവബോധത്തിൻ്റെയും പ്രതീകമായ ഈ ജട പറിച്ച് നിലത്തടിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ഭക്തനെ കൊല്ലാൻ, ഭക്തനോട് സ്നേഹവും എന്നോട് വിരോധവുമായാലും ഞാൻ അത് പൊറുക്കും. ഭാഗവതം വായിക്കുന്നവരോടും ഭക്തനോടും വിരോധം, എന്നോട് സ്നേഹം ഞാൻ സഹിക്കില്ല. ശ്രുതദേവൻ്റെയും ബഹിലാശൻ്റെയും ചരിതം പറയുമ്പോഴും അതാ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന സ്നേഹം എൻ്റെ ഭക്തന്മാരോട് തോന്നണം. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹിന്ന തിയറി പറഞ്ഞാൽ പോരാ, പ്രാക്ടിക്കലായി അത് വായിക്കുന്നവരെ എന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം. ബഹുമാനമൊന്നും നിങ്ങൾ കൊടുക്കണ്ട, അതൊക്കെ ഞാൻ കൊടുത്തോളാം. അവരെ സ്നേഹിക്കണം. ഒരു പള്ളിയിൽ അച്ഛനോട് കാണിക്കുന്ന മര്യാദ വായിക്കുന്നവനോട് നമ്മുടെ ആളുകൾ കാണിക്കില്ല. അമ്പലത്തിൻ്റെ മുന്നിൽ തൊട്ടൊരുമി തൊഴുതുകൊണ്ട് നിന്നാൽ നമസ്കാരം പറയില്ല വായിക്കുന്നവനോട്. നിങ്ങളാരുമല്ല കേട്ടോ ഇതൊന്നും വേണ്ടാത്തവർ. നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഈ ഗ്രന്ഥം ഒരേ ആവൃത്തി കേട്ടിട്ടില്ലാത്തവർ, വായിച്ചിട്ടില്ലാത്തവർ, ഈ മഹാധർമ്മത്തോട് കാണിക്കുന്ന ഒരു നീതി വളരെ മോശമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നാറുള്ളത്. ഭഗവാൻ നമുക്കതിന് എല്ലാം നമ്മൾ ഇച്ഛിച്ചതിൻ്റെ അപ്പുറത്ത് തരും. ഭഗവാൻ ഭക്തനെല്ലാം നൽകും. നമ്മുടെ സമൂഹത്തിൻ്റെ ചില നടപടികളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. സഹോദര മതങ്ങളിലുള്ളവരൊക്കെ നമ്മൾ കാണുകയില്ലേ, ഈ ബൈബിളും ഖുറാനും ഒക്കെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്തവരോട് അവർ കാണിക്കുന്ന ഒരു സ്നേഹം ഭഗവാൻ പറഞ്ഞതാണ്, എന്നെ പൂജിക്കുന്നതിന് പകരം എൻ്റെ കപിവീരരെ പൂജിക്കണം. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി. എൻ്റെ വാനരന്മാർക്ക് കുടിക്കാൻ നദികൾ തേനായി ഒഴുകണം. അവർ പിടിക്കുന്നതെല്ലാം ഇരുമ്പും കഴിക്കുന്നതെല്ലാം കരിമ്പും ആകണം. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമല്ലേ. ഒരു ഭഗവാനോട് കാണിക്കുന്ന സ്നേഹം ഭക്തനോട് കാണിക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എനിക്കടക്കാൻ പറ്റില്ല. ഞാൻ കൊടുത്തതായിരുന്നെങ്കിൽ, സുദർശനചക്രം അംബരീഷന് ഞാൻ നൽകിയതായിരുന്നെങ്കിൽ തിരിച്ചെടുക്കാമായിരുന്നു. പക്ഷേ എന്നെ പ്രാർത്ഥിച്ച ഞാൻ പോലും അറിയാതെ അംബരീഷൻ നേടിയ സുദർശനചക്രം ഞാനടക്കില്ല. അങ്ങ് എന്ന് അംബരീഷനോട് മാപ്പ് പറഞ്ഞ സുദർശനചക്രം അടക്കാൻ പറയൂ. ഒരു ഭക്തൻ്റെ നിലവാരം നമ്മൾ ആലോചിക്കണ്ടേ? ഭക്തനാവാനാണ് പരിശ്രമിക്കേണ്ടത്. അതിനാണ് ഈ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഇത് നടത്തുന്നതുമെല്ലാം ഭഗവാന്റെ ഡയറിയിൽ ഭക്തൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നതിൽ നമ്മളും നമ്മുടെ കുടുംബവും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഭക്തന്മാരാന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയില്ലേ? ഞങ്ങളാണ് കേട്ടോ, നിങ്ങളല്ല. നിങ്ങളിത് കേൾക്കാൻ വന്നിരിക്കുന്നില്ലേ? അത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. എത്രയോ പറഞ്ഞ് എന്ത് നടന്നാലും വീട്ടിൽ സുഖമായി കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് ഉണരാതെ കൃത്യസമയത്ത് ഉറങ്ങുന്നില്ലേ? എത്രയോ പേർ. പക്ഷെ ഇവിടെ പറയുകയാണ്, ഭക്തൻ്റെ ഹൃദയമാണ് ശ്രീകോവിൽ, ഭക്തൻ്റെ വാക്കാണ് വേദം, ഭക്തൻ്റെ കണ്ണുനീരാണ് തീർത്ഥം. ഭക്തൻ എന്നെ പ്രാർത്ഥിച്ച് നേടിയ ഒന്ന് ഞാൻ തിരിച്ചെടുക്കില്ല. കൊടുത്തതായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു, ഞാൻ എടുക്കില്ല. അങ്ങ് എന്ന് പറയൂ. യാതൊരു നിവൃത്തിയുമില്ലാതെ പരാജയപ്പെട്ട് ഇളിഭ്യനായി അംബരീഷനും ദേവേന്ദ്രനും കൂടി, അല്ല ദുർവാസാവും ദേവേന്ദ്രനും കൂടി അംബരീഷൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. പാരണ വീടിയതിൽ ദുർവാസാവ് മുനിക്ക് ഖേദമുണ്ടെന്ന് മനസ്സിലാക്കി ദുർവാസാവ് പോയ സമയം മുതൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ എന്ന് ഏത് കാലത്ത് ദുർവാസാവിനെ കണ്ടുപിടിച്ച് ഈ കൊട്ടാരത്തിൽ വന്ന് അദ്ദേഹത്തിനോട് മാപ്പ് പറയാതെ ഞാൻ ഇനി എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ നടത്തിയ
അംബരീഷൻ്റെ അടുക്കലേക്ക് ദൂരെ നിന്ന് ദുർവാസാവ് വരുന്നത് കണ്ട് അംബരീഷൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഇങ്ങനെ ഒരു പരിശുദ്ധനായ ആളിൻ്റെ വ്രതം മുടക്കാനാണല്ലോ അസൂയക്കാരനായ ദേവേന്ദ്രൻ്റെ വാക്ക് കേട്ട് ഞാനിവിടെ വന്നത് എന്ന് ചിന്തിച്ച ദുർവാസാവ് പശ്ചാത്താപത്തോടെ നിന്നപ്പോൾ അംബരീഷൻ പറഞ്ഞു, ദുർവാസാവ് മഹർഷി, ഞങ്ങളൊക്കെ താൽക്കാലിക രാജാക്കന്മാർ, നിങ്ങളൊക്കെ ഋഷിമാർ. ഋഷി, മഹർഷി, കാണ്ഡർഷി, ബ്രഹ്മർഷി, ദേവർഷി, അതിൻ്റെ പോർട്ട്ഫോളിയോ അങ്ങനെയാണ്. അതിൻ്റെ പ്രോട്ടോക്കോൾ SI, CI, SP, കമ്മീഷണർ, DGP എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അങ്ങ് മഹർഷിയാണ്. ദുർവാസാവ് മഹർഷിക്ക് ഞാൻ അന്ന് എൻ്റെ വ്രതം പാരണം മുടക്കി പൂർത്തീകരിച്ചത് വിഷമമുണ്ടാക്കിയെങ്കിൽ ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. രാജാവിനെ ആ രാജ്യത്ത് മാത്രം മാനിക്കുമ്പോൾ ഋഷിയെ ലോകം മുഴുവൻ മാനിക്കും. രുക്മിണി ദേവിയോടൊരിക്കൽ ശ്രേഷ്ഠ ഭഗവാൻ ചോദിച്ചല്ലോ, നീ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു, ശിശുപാലനെ മതിയെന്ന്? കുറേ ഭിക്ഷക്കാരും കുറേ സന്യാസിമാരും കുറേ ഭാഗവത പാരായണക്കാരും അത് കേട്ടുകൊണ്ട് കുറേ ഭക്തജനങ്ങൾ ഇരുന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്ന അല്ലാതെ ലോകത്തിലെ നല്ല സമ്പത്തുള്ള ചക്രവർത്തിമാരെല്ലാം എൻ്റെ ശത്രുക്കൾ. നീ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞതെന്താ? രുക്മിണി ദേവി പറഞ്ഞത്, രാജാവ് വിവാഹം കഴിച്ചായിരുന്നെങ്കിൽ ഞാൻ രാജ്ഞിയായി ആ കൊട്ടാരത്തിൽ മാത്രം ഒതുങ്ങിയേനെ. അന്യരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ രാജ്ഞിയുണ്ട്, ഞാൻ ഗസ്റ്റാണ്. ഇന്ന് അങ്ങനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഞാൻ ദേവിയാണ്. രാജ്ഞിയെ ആ രാജ്യത്ത് മാത്രം മാനിക്കുമ്പം ദേവിയെ ലോകം മുഴുവൻ പൂജിക്കുകയാണ്. ഭഗവതി കരഞ്ഞു എന്നാണ്. ഭഗവതി കരഞ്ഞപ്പം മുഖമെല്ലാം തുടച്ച്, ഭഗവാൻ നീ ദേഷ്യപ്പെടുമ്പോൾ നല്ല സുന്ദരിയാണ്, അത് കാണാനാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ദേവി ആനന്ദിക്കുകയാണ് ചെയ്തതെന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തരാകുക. ഒരു ഭക്തൻ്റെ സേവകനാണ് ഭഗവാൻ. ഭക്തൻ നശിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. യോഗക്ഷേമം വഹാമ്യഹം. നീ എൻ്റെ കാര്യം ചെയ്യുമ്പോൾ നിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കും. നീ പരാജയപ്പെട്ടാൽ ഭഗവാനാണ് നാണക്കേട്. ഭക്തൻ്റെ വാക്ക് ഫലിക്കണം. നരസിംഹാവതാരത്തിൽ മുതലേ കാണിച്ച് ഒരിക്കൽ തിരുമേനി പറഞ്ഞു, ശ്രീകൃഷ്ണാവതാരമാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും ഇതിനകത്ത് ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റവെട്ട് അതിനകത്തുനിന്ന് വന്ന നരസിംഹസ്വാമിയെ എങ്ങനെ മറക്കും? മണ്ണിൽ, വിണ്ണിൽ, തൂണിൽ, തുരുമ്പിൽ, കല്ലിൽ, പുല്ലിൽ, എല്ലിലെല്ലാം എൻ്റെ ഈശ്വരനുണ്ട്. അത് വിദേശി മോഷ്ടിച്ചല്ലേ ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്താൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ, എക്കോൺ, എനർജി എന്നൊക്കെ പറഞ്ഞത്. ആ എനർജിക്കും അപ്പുറത്തുള്ള പ്രകാശ ചൈതന്യമാണ് ഈശ്വരൻ. അതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത നമ്മുടെ അമ്മമാർ പറയുമായിരുന്നല്ലോ ആ സയൻസ് പച്ച മലയാളത്തിൽ, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും. അടുത്തവരെ നിങ്ങൾ പറയും, എന്തുവാ? പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. പരമാണു ആറ്റം, പ്രകാശം ലൈറ്റ്. അത് സായിപ്പ് കണ്ടുപിടിച്ചത് നമ്മുടെ ധർമ്മത്തിൽ നിന്നാണ്. അതറിയാൻ അതിനു മുമ്പ് 2 വരി ഉണ്ടായിരുന്നു. അഖിലാണ്ട മണ്ഡലമണി ചൊരുക്കി, അതിനുള്ളിൽ എന്തൊരു ദീപം? അതിപ്പോൾ ഇല്ല. അതിനുള്ളിൽ ദീപം തെളിക്കാൻ നമുക്ക് പറ്റും, അതിനുള്ളിൽ ആനന്ദദീപമില്ല. ആ ആനന്ദത്തിൻ്റെ, ചൈതന്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ കിരണങ്ങൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും മള്ളിയൂർ തിരുമുറ്റത്ത് നിന്ന് നേടാനാണ് 7, 5, 12 7 സപ്തധാതുക്കൾ. രസം, രക്തം, അസ്ഥി, മജ്ജ, ശുക്ലം, മാംസം, മേധസ്. 5 പഞ്ചപ്രാണന്മാർ. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. 12 ദിവസം ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചർത്തി എന്നും കേശനിപാദം തൊഴുന്നേൻ. പാദങ്ങൾ മുഴുവൻ, പാദങ്ങൾ, മുഴങ്കാലുകൾ, തിരുത്തുടകൾ, അരക്കെട്ട്, നാഭി, ഹൃദയം, കഴുത്ത്, കണ്ഠം, മുഖം, ശിരസ്. 12 സ്കന്ധങ്ങളെ 12 അവയവങ്ങളായി വ്യാഖ്യാനിച്ച് ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ, ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് ഇത് കേട്ട് കണ്ട് വളരുന്ന ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കുറവും
പുറത്തേക്ക് വരില്ല. അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അംഗവൈകല്യം ഉണ്ടാവില്ല. കാരണം രസവും രക്തവും അസ്ഥിയും മജ്ജയും ശുക്ലവും എല്ലാം അതുമായി താദാത്മ്യം പ്രാപിച്ചു. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അകത്തേതൊന്നും കണ്ടിട്ടില്ലല്ലോ. കൃത്യമായി ഇതൊക്കെ പാലിക്കുന്ന ഒരു ശക്തി നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ അകത്തിരുന്നു കൊണ്ട് ആ പരമാത്മാവ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നു. നാക്കിനേക്കാൾ തൂക്കക്കുറവാണ് ഹൃദയത്തിന്, കണ്ടിട്ടില്ല? കരള്, കുടല്, ഹൃദയം, കിഡ്നി, ശ്വാസകോശം ഇതൊക്കെ അകത്ത് കൃത്യമായി ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചിട്ടില്ലേ? അതില്ലെന്ന് പറയുന്നയാൾ എത്ര ദുഷ്ടനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ശ്വസിക്കുന്നു. രാത്രിയിൽ കിടക്കുമ്പോൾ കൂർക്കം വലിച്ചെടുക്കുന്നു. അഡീഷണൽ ബില്ല് പോലും അടയ്ക്കണ്ട. പകലെടുക്കുന്നതിന് സ്പോട്ട് ബില്ലും ഇല്ല. കണ്ണുള്ള എത്രയോ പേർ കാണുന്നില്ല. ചെവി പുറമേ ഉണ്ടെങ്കിലും ചെവി കൊണ്ട് എത്രയോ പേർ കേൾക്കുന്നില്ല. വായിൽ നാവുണ്ട്, എത്രയോ പേർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഒന്നാലോചിച്ച് നോക്കൂ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക. മലയൂരിലെ മുറ്റത്തിരുന്നുകൊണ്ട് നമ്മൾ പറയുകയാണ്, റോഡിൽ കൂടി പോകുന്ന ഹേ ഭാവുകന്മാരെ, രസികന്മാരെ, ഇങ്ങോട്ട് വരൂ. നല്ലൊരു ജ്യൂസ് ചെവിയിലൂടെ നിങ്ങൾ കുടിക്കൂ. പിബത ഭാഗവതം, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ കൊമ്പത്ത് നിൽക്കുന്ന ഓരോ ഫലങ്ങളും ഞാൻ രുചിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഭാഗവതത്തെ പോലെ രുചിയുള്ള ഒരു ഫലം ഞാൻ കഴിച്ചിട്ടില്ല. അതിൻ്റെ തോടും അതിൻ്റെ ചണ്ടികളും അതിൻ്റെ കുരുവും എല്ലാം മാറ്റി ഞാൻ ജ്യൂസാക്കി നിങ്ങളുടെ ചെവികളിലൂടെ ഒഴിച്ചു തരാം, വരൂ. ഇത് കേട്ടാൽ ഇതിന് ഫലമുണ്ട്. നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഐശ്വര്യം, പുണ്യം, ഭാഗ്യം, ഈ 3 വാക്ക് നിങ്ങൾ മറക്കരുത്. എത്ര കോടി രൂപ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും, എത്ര മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും നിങ്ങൾക്ക് വില കൊടുത്താൽ കിട്ടാത്ത 3 കാര്യം: പുണ്യം, ഭാഗ്യം, ഐശ്വര്യം. ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് തരാം. 100 രൂപ കിട്ടുമ്പോൾ 1 രൂപ ഭഗവാന്റെ കാണിക്ക വഞ്ചിയിൽ അർപ്പിച്ചു. 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന 800 പറ അരിയുടെ ചോറുമുണ്ട്. 80 പ്രാവശ്യം കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്ക് നിറച്ച് അയലത്തുകാരൻ്റെ പറമ്പിൽ കൊണ്ടുപോയി ഒഴിച്ച് നിങ്ങൾ ജീവിച്ചു. ആർക്ക് പ്രയോജനം? ഒരു യാക്കരി അവിടെ സമർപ്പിക്കും. ആളുകൾ കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് നെല്ല്, അതിൽ നരി, അരിയുന്ന മലര്, മലരി നവല്, അവലിയുന്ന ധനം, ധാന്യം. ഓ മുത്തിഷ്ട പുരുഷ ഹരിപിങ്കല ലോഹിതാക്ഷ ധനധാന്യ രത്ന സമൃദ്ധി മേ ദേഹി ദദാഭയ സ്വാഹ. ഞങ്ങൾ ഈ കൈ നീട്ടി അങ്ങോട്ട് വന്നാൽ പോരല്ലോ, പുറം കൈ വെച്ച് അവിടെ സമർപ്പിക്കുകയും വേണ്ടേ? ഭഗവാന്റെ മഹാഗണപതിയുടെ മുന്നിൽ, അത് ഉണ്ണിക്കണ്ണനെ മടിയിലെടുത്ത് വെച്ച് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഗണപതിയുടെ മുന്നിൽ ഞങ്ങൾക്ക് സമർപ്പിക്കണം. ഞങ്ങളുടെ സമ്പത്ത്, സമയം, സൗകര്യം, സന്മനസ് ഇനി 12 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ കുലത്തിൽ ദുരന്ത, ദുരിത, ദുഃഖ, ദാരിദ്ര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 12 ദിവസം ഞങ്ങൾ കേൾക്കും. ബാക്കി 358 ദിവസം എങ്ങനെയുമാവട്ടെ, അതെല്ലാം ഈ 12 ദിവസം ഒരു നാഴിക കേട്ടാൽ, ഒരു നിമിഷം കേട്ടാൽ, ഒരു അധ്യായം കേട്ടാൽ വേണ്ട, ഒരു ശ്ലോകം കേട്ടാൽ അതും പറ്റിയില്ല, 2 വരി കേട്ടാൽ അത് നിങ്ങൾക്ക് സമയമില്ല. ഒരു വാക്ക് ഇതിനകത്ത് വന്നിരുന്ന് കേട്ടാൽ അതിനും ഒരു പുണ്യമുണ്ട് എന്ന് പത്മപുരാണത്തിൽ വേദവ്യാസൻ മഹാത്മ്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത് കേൾക്കാൻ 5 ദിവസമായി വന്നിരിക്കുന്ന നമ്മൾ ഇനി ഫെബ്രുവരി മാസം 2-ാം തീയതി മലയോർ തിരുമേനിയുടെ 105ാമത് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഓരോ ജന്മദിനങ്ങളും ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ആ മഹാത്മാവ് നൽകിയ നന്മയുടെ കിരണങ്ങൾ സ്മരിക്കാനാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ തന്നെ അതുതന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി കാണാൻ ഈ വർഷത്തെ ഈ ജയന്തി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഭാഗവത അമൃത സത്രം ഇടയാവട്ടെ. അംബരീഷൻ്റെ മഹത്തായ ആ ത്യാഗവും ശ്രദ്ധയും നിഷ്ഠയും മഹാത്മാക്കളോട് കാണിച്ച നീതിയും നമുക്ക് ചിന്തിക്കാൻ ഇടയാവട്ടെ. അംബരീഷൻ്റെ അടുത്തിരുന്ന ആ മഹാരാജാവ് ഭക്ഷണം വിളമ്പി കൊടുത്ത് അംബരീഷൻ്റെ മഹത്തായ യാഗം പൂർത്തീകരിച്ചതുപോലെ ഈ മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും മറ്റുള്ളവർക്കുമൊക്കെ നമ്മുടെ സന്നിധാനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി 2 വരെ എത്താൻ ഇതേപോലെയുള്ള മഹത്തരമായ നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട്. അംബരീഷ ചരിതത്തിൻ്റെ സന്ദേശം തന്നെ ഭക്തൻ്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ, ഭക്തൻ്റെ വാക്കാണ് എൻ്റെ വേദം,
ഭക്തൻ്റെ കണ്ണുനീരാണ് എൻ്റെ തീർത്ഥം എന്ന് ഓർക്കാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മള്ളിയൂർ തിരുമേനിയുടെ ശരീരം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹം പറഞ്ഞ വാക്കുകളും അദ്ദേഹം നമുക്ക് ചെയ്ത നന്മകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എപ്പോഴും ഓർക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട് എല്ലാ വർഷവും ഈ ഭാഗവത അമൃത സത്രത്തിൽ പങ്കെടുക്കുവാനും ഒരു ദിവസം ഇങ്ങനെ ഒരു അക്ഷരപൂജ ചെയ്യുവാനും മള്ളിയൂരിൽ നിന്ന് പരമേശ്വരൻ തിരുമേനിയും ദിവാരൻ തിരുമേനിയും അപ്പൂട്ടനുമൊക്കെ മറക്കാതെ ഓർത്ത് ഞങ്ങളെപ്പോലെ ഉള്ളവരെ ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ ചെളിയിൽ വാരി വിതറുന്ന വിത്തുകളായി ഈ ഭാഗവത അമൃത വിത്തുകൾ വീഴ്ത്തുവാൻ ഇടയാക്കിയ നമസ്കാരത്തിന് ഓർമ്മയ്ക്ക് കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ മനസ്സുകളിൽ വിനയപുരസ്സരം സമർപ്പിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്ര